21,000 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്ന കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവരുടെ പൂക്കി മുഖ്യമന്ത്രി സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ 3,000 രൂപ മാത്രം കൊടുത്തിട്ട് ഇത്രേ ഉള്ളൂ. ഇവൻ വാലിത്തിരി കൂടുതലാണ്. എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ആശാ വർക്കേഴ്സിന് കാര്യം ഇയാൾക്ക് എന്താണ് വയ്യേ? ഉമ്മൻചാണ്ടിയുള്ള ഗവൺമെന്റ് സമയത്ത് ആശാ പ്രവർത്തകന്മാർക്ക് ഈ പറയുന്ന ജോലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞേട്ടെ ഈ ഗവൺമെന്റ് ഈ പറയുന്ന ആരോഗ്യ വകുപ്പിലേക്കുള്ള പല ചുമതലയും ഏൽപ്പിച്ചത് ആശാ പ്രവർത്തകന്മാരെയാണ്. ഇവിടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അവിടുന്ന് അവർക്ക് കിട്ടേണ്ട സാമ്പത്തികം കൊള്ളയടിച്ചിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു നയാ പൈസ കൂട്ടാതെ ഇപ്പം കൂട്ടിയപ്പോ ആ തരത്തിലേക്ക് സംസാരിക്കുന്നതിനാണ് ഇതാണ് നുണപ്രചരണം എന്ന് പറയുന്നത്. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. ഒരുമാതിരി ബൂർഷാ ടോണിൽ എന്നോട് സംസാരിക്കരുത്. സംസാരിച്ചാണ് എന്തിയോ 1,000 രൂപയാണ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നത്. അതിനുശേഷം 5,000 രൂപ വർദ്ധിപ്പിച്ച് ഒന്നാം പിണറായി ഗവൺമെന്റ്. അതിനുശേഷം ഇപ്പൊ 3,000 രൂപ വർദ്ധിപ്പിച്ച് 8,000 രൂപയായി. 15,000 രൂപ കിട്ടും. ഇവര് 21,000 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്ന കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവരുടെ പൂക്കി മുഖ്യമന്ത്രി സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ 3,000 രൂപ മാത്രം കൊടുത്തിട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചിട്ട് പോയിരിക്കാം. നീ എന്റെ അച്ഛനെ വിളിച്ചതല്ലേ? എനിക്ക് മനസ്സിലായി. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3,000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യഘട്ടത്തിലാണ് 3,000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ക്ഷേമ പെൻഷൻ 2,500 പിന്നീട് വന്നിട്ടില്ല. അപ്പൊ ആ ടീമാണ് ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഭരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഞങ്ങളൊന്ന് ഇറങ്ങിയില്ലല്ലോ. എല്ലാവർക്കും എന്നെ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.